അള്ളാന്റെ പ്രവാചകനോട് അനുവാദം ചോദിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഏത് വലിയ ആഗ്രഹത്തിന് മുമ്പിലും അള്ളാന്റെ ഹബീബാണ് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോ ഒരടുത്തൂക്കം പോലും വ്യതിചലിക്കാൻ അവിടുത്തെ സ്വഹാബാക്കൾ തയ്യാറല്ലോ. റസൂലുള്ള വഫാത്തായി എന്ന് കേട്ട പൂരി പിടിച്ച വാളുമായി എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറയുമ്പോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ വിട പറഞ്ഞു എന്ന് ആയത്തോതി സമർത്ഥിക്കുമ്പോ കൈ തളർന്ന് വാള് താഴെ വീണ് പോയി അംഗീകരിക്കാൻ തയ്യാറായ ആ ഒരു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടില്ല പ്രിയമുള്ളവരെ. ബനൗസായിദയുടെ ഹാളിൽ മുഹാജിറുകളും അൻസാറുകളും റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. പല അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രവാചകന്റെ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, നേതാക്കന്മാർ ഖുറൈശിൽ നിന്ന് വരട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സദസ്സൊന്നടങ്കം നിശബ്ദ. നോക്ക്, അതുപോലെ പ്രമാണങ്ങൾ കേൾക്കുമ്പോൾ സ്വീകരിക്കാൻ. പ്രിയമുള്ളവരെ, ബിദ്അത്ത് ചെയ്യല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എത്രത്തോളം റസൂലുള്ളാഹിനോട് മഹബത്തുള്ളവർ സ്വീകരിക്കണം. കാരണം എന്താ? ഒരാൾ ബിദ്അത്ത് ചെയ്താൽ അവൻ വാദിക്കുന്ന വാദെന്താ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഫഖദ് സഇമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നവൻ വാദിച്ചു പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചകനാണെന്നവൻ വാദിച്ചു പോയിതാ. അപ്പൊ ചില്ലറ കാര്യ. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവ് പറഞ്ഞത് ഖുർആനിലെ ആയത്തോതിയിട്ടാ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ 5-ാം സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തോതിയിട്ടാ ഈ വിഷയം സമർത്ഥിക്കുക ഇസ്ലാമിന് പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ആരെങ്കിലും ഒരു ആധാരം ചെയ്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വഞ്ചകൻ എന്ന് വാദിക്കുന്നതിന് തുല്യാണ്. എന്നിട്ട് പറഞ്ഞ വിഷയം എന്താ? ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ദീനല്ലാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല തന്നെ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതൊന്നും നമ്മൾ ചെയ്യണ്ട. അതിനേത് പരിഹാസത്തിന്റെ രൂപത്തിലൂടെ കൊണ്ടുവന്നാലോ 20,000-ഓളത്തിലധികം വരുന്ന ജമാഅത്തിന് നേതൃത്വം കൊടുത്ത ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നായകരായി നമസ്കരിച്ചപ്പോ ഒരു നമസ്കാരത്തിന്റെ ശേഷം പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല. അവിടുന്ന് പ്രവാചകൻ തിരിഞ്ഞിരുന്ന പ്രവാചകൻ ദുആ ചെയ്യുകയും സഹാബത്ത് ആമീൻ പറയുകയും ചെയ്യുന്നൊരു ചര്യ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ സഹാബത്തും അത് ചെയ്തിട്ടില്ല. അതിന് ചായക്കടയിൽ പൈസ കൊടുക്കാതെ ഇറങ്ങി പോകുന്നവരാണെന്ന് പരിഹസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ റസൂലുള്ളാഹി ചായ കുടിച്ച പൈസ കൊടുക്കാതെ പോയ ആളാണെന്നാണോ? സഹാബത്ത് അങ്ങനെ ചെയ്തവരാണെന്നാണോ? അതുകൊണ്ട് തന്നെ തമാശ രൂപത്തിലൂടെ പരിഹസിക്കുമ്പോ അത് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ചെന്ന് മടങ്ങുന്നതിന് ഗൗരവത്തോടുകൂടെ സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ ഹബീബിനെ പരിഹസിക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, ഇതിന്റെ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആശയങ്ങളുടെ പിൻബലങ്ങളില്ലാതെ കടന്നു വരുമ്പോ, പരിഹാസങ്ങൾ എടുക്കുമ്പോ അറിയാതെ കടന്നു ചെല്ലുന്നത് റസൂലിലേക്കാ. ഇവിടെ വന്ന് 10 പിരിയക്കാരൻ സഖാഫി മാത്രമല്ല, അറിയോ നിങ്ങൾക്ക് അങ്ങ് നാദാപുരത്ത് വെച്ചുകൊണ്ട് ഹുസൈൻ സലഫിയുടെ താടിയെ സംബന്ധിച്ച പോലും പരിഹസിച്ച രംഗങ്ങളിലോട് ചെന്നുകൊണ്ട് ആരിലേക്കാ? ലോകത്തിന്റെ മുത്ത് നേതാവിലേക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോ, വിദഅത്തായിട്ടൊന്നും മതത്തിലേക്ക് ചെയ്യണ്ട. നമ്മുടെ വക ന്യായീകരണങ്ങളും കൊടുക്കണ്ട. ഇതാ ഈ സഫർ മാസത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന രംഗങ്ങളിലൂടെ ഒരുപാട് അനാചാരങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറുകയാണ്. അതും ആരുടെ പേരിലാണെന്നോ? അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ്. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് പിരിയാവുന്നതാണ്. ആലോചിക്ക പ്രിയമുള്ളവര്, അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കാത്ത ആചാരമായിട്ടോ നബിദിനാഘോഷം എന്ന് പറയുന്ന ആചാരം ഇവിടെ കൊണ്ടുവന്നപ്പോ ഈ നബിദിനാഘോഷം ഇസ്ലാമിൽ പ്രാമാണികമായി ഒരു പിന്തുണയില്ല. അത് പുത്തനാചാരാൻ അല്ലേ? ഈ മൗലിദ് കഴിക്കൽ പുതിയതാണ്. ഇതൊക്കെ വ്യക്തമായ ആധികാരികമായ രേഖ. ഇപ്പൊ നിങ്ങൾ നോക്കിയവിടെ സമസ്തക്കാരൊക്കെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, ഒരുപാട് മദ്ഹ് പറയുകയും ചെയ്യുന്ന പണ്ഡിതനാണ് തഴവാക്കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, അൽ മവാഹിബുൽ ജലിയ. ആ ഗ്രന്ഥത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ഒരുപാട് വാറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അൽ മവാഹിബുൽ ജലിയ മുഞ്ച് കാട്ടി അഹദോന്റെ മറുകൾ അറിയിക്കുവാനോ രുക്ക് കൂട്ടി തഴവ ഉസ്താദല്ലേ ആ അലിവിൻ പൂക്കൊഴിഞ്ഞില്ലേ, തഴവ ഉസ്താദല്ലേ ആ അലിവിൻ പൂക്കൊഴിഞ്ഞില്ലേ. തഴവാക്കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ മുഞ്ച് കാണിച്ച ഗ്രന്ഥമാണ്. അഹദോന്റെ അമറുകൾ വരമൊഴികളാൽ വരച്ചു കാണിച്ചിട്ടുള്ള പണ്ഡിതനാണ്. ആ തഴവാക്കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ വളരെ ഗൗരവത്തിൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, അത് ഹിജറ 300 ശേഷമാണ് കടന്നു വന്നത് എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിലോ, പ്രിയമുള്ളവരെ, 300 ശേഷമാണ് മൗലിദ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ പറയുമ്പോ നമ്മുടെ ഉസ്താദമാര് പറയും, കണ്ടോ മുജാഹിദുകൾ അതിന്റെ ബാക്കി മൂടി വെച്ചതാണ്, അവര് കൃത്രിമത്വം കാണിച്ചതാ. അതിന്റെ താഴെ തന്നെ തഴവ് പറഞ്ഞില്ലേ, മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് വന്തരമിഷ്ടനാ. ഇർബലിന്റെ ഭരണാധികാരി മുദഫർ എന്ന് പറയുന്ന രാജാവ് ഇതിനെ കെങ്കേമമായി ആഘോഷിച്ചിട്ടുണ്ട് എന്ന വരികൾ പാടിയിട്ട് ഉസ്താദുമാര് പറയും അത് രാജാക്കന്മാരുടെ കൂട്ടത്തിലാണ് ഹിജറ 300 ശേഷം അള്ളാന്റെ പ്രവാചകന്റെ കാലഘട്ടം മുതലേ ഉണ്ട് എന്ന് വ്യാഖ്യാനം കൊടുക്കുമ്പോ മിനൽ മലിക്കിൽ മുലൂക്കി, രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് ഹിജറ 300 ശേഷം ഉണ്ടായത് എന്ന് പറയുന്നവരോട് നമുക്ക് വളരെ വിനയത്തോടെ പറയാനുള്ള എന്താണെന്നറിയോ? മുദഫർ രാജാവ് ഇർബൽ ഭരിച്ചത് ഹിജറ 300 അത് ഹിജറ 600 ശേഷം. ചരിത്രം, മധ്യകാല ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാലോ. ഇനി അതും പോട്ടെ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ബിദായത്ത് വന്നിഹായ എന്ന് പറഞ്ഞൊരു ചരിത്ര ഗ്രന്ഥമുണ്ട്. അത് പഠിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. അതിന്റെ ഇൻഡെക്സ് ഹിജറ വർഷത്തിലാണ് അതിന്റെ ഇൻഡെക്സ് എഴുതിയിട്ടുള്ളത്. അതിൽ ഹിജറ 604 എന്ന സബ് ഹെഡിങ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ? അവിടെ എഴുതി വെച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ? ഹിജറ 604 ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തു കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയും അതിനെ കെങ്കേമമായി ആഘോഷിക്കുകയും ഹിജറ 630 ഉക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് മരണപ്പെടുന്ന കാലഘട്ടം വരെയാണ് മുദഫർ രാജാവ് ഇതിനെ കെങ്കേമമായി ആഘോഷിച്ചത് എന്ന് പറയുമ്പോ മുദഫർ രാജാവ് ഇർബൽ ഭരിച്ച കൊല്ലം ഹിജറ 300 600 ശേഷമാണ്. ഇനി എത്ര തെളിവ് വേണം? സുന്നത്ത് മാസിക, സുന്നി വോയിസ് ഒക്കെ പറഞ്ഞല്ലേ. എന്താ പറഞ്ഞത്? നിബിധനാഘോഷത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായ പ്രകാരം അത് ഹിജറ 300 ശേഷമാണ് കടന്നു വന്നിട്ടുള്ളത് എന്നാണ്. 6-ാം നൂറ്റാണ്ടിലാണെന്ന് പോലെ അഭിപ്രായങ്ങൾ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയ സയ്യിദ് ബക്കറിയുടെ ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെക്കുക, അന്ന അമലുൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, 300 കൊല്ലത്തിന് ശേഷമാണ് കടന്നു വന്നത്. 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ആധാരമാണ്. ഇനിയോ ഇമാം സുയൂത്തിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അൽ ഹാവിലിൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അതിന്റെ 1-ാം വോളിയം 190-ാമത്തെ പേജിലൂടെ കാണാം. അവിടെ നിന്ന് അദ്ദേഹം എഴുതി രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇബ്നു ഹജറുൽ അസ്കലാനിയോട് ചോദ്യമാണ് നബിദിനാഘോഷത്തെ സംബന്ധിച്ച്. സുഇല ഫളീലത്തു ശൈഖ് എന്ന് പറഞ്ഞിട്ട് ഇബാറത്ത് കാണാലോ.
ഈ നബിദിനാഘോഷത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അസ്ലു അമലുൽ മൗലിദ് ബിദ്ആ. ഈ മൗലിദിന്റെ അടിസ്ഥാനം പുത്തൻ ആചാരമാ. ലം തുൻകല്ലൻ അഹദിൻ മിനസ് സലഫസ് സാലിഹീന മിൻ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ട് വരെ ഒരു സലഫ് സാലികളിൽ നിന്നും ഇത് ശരിയായി കടന്നു വന്നിട്ടില്ല. 3 നൂറ്റാണ്ട് വരെയും ഇത് മതത്തിൽ കടന്നു വന്നിട്ടില്ല. അതിനുശേഷം ഉണ്ടായതാണ്. ഇനി വേണോ അതേ കിതാബിൽ 196-ാമത്തെ പേജ് നോക്ക്. ഇമാം ഫാഖിഹാനിയുടെ അഭിപ്രായം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം സുയൂത്തി എന്താ പറഞ്ഞത്? ലാ അഅലമു ലിഹാദിൽ മൗലിദി അസ്ലം ഫീ കിതാബില്ലാ വലാ ഫീ സുന്നത്തി റസൂലിഹി. അല്ലാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസുകളിലോ ഇതിന് യാതൊരു അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. ഇതൊരു പുത്തൻ ആചാരമാണെന്ന് ഇമാം ഫാഖിഹാനി. എന്നിട്ടോ ഇതാരാണ് കൊണ്ടുവന്നത് എന്ന് രേഖപ്പെടുത്തുന്നിടത്ത് അദ്ദേഹം പറയുകയാണ്, അഹ്ദസഹൽ ബത്താലോ, മടിയന്മാരായ ആളുകളാണ് കൊണ്ടുവന്നത്. വശഹവത്തുൻ നഫ്സി, ദേഹേച്ഛക്കാരുമായ ആളുകളാണ് കൊണ്ടുവന്നത്. യഅ്തനാബിഹൽ ലക്കാലോ, ശാപ്പാട് രാമന്മാരായ ആളുകളാണ് ഇതുകൊണ്ട് പ്രാധാന്യം പിടിച്ചത് എന്ന് പോലും എഴുതി വെക്കുകയാണ്. എന്റെ വാക്കല്ല, ഇമാം ഫാഖിഹാനിയുടെ അഭിപ്രായമാണ്. എടുത്തുദ്ധരിച്ചത് ഇമാം സുയൂത്തിയാണ്. എന്താണ് പറയുന്നത്? ശാപ്പാട് രാമന്മാരായ ആളുകളാണ് ഇത് കൊണ്ടുവന്നത് എന്നാണ്. അപ്പൊ പുത്തൻ ആചാരാൻ 300-ന് ശേഷം കടന്നു വന്നതാൻ. ബേസിക്കലി ഒരു കാര്യം കൂടെ ആലോചിച്ചൂടെ? 300 കൊല്ലം ഇത് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ ആ 300 കൊല്ലത്തിനിടക്ക് ജീവിച്ചു പോയ ആളുകളാരാ? അതുവരെ ജീവിച്ച് കടന്നുപോയവരാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ, ഖൈറുക്കും ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നിങ്ങളിൽ ഉത്തമർ എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണ്, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണെന്ന് പറഞ്ഞ ഉത്തമരായ 3 തലമുറക്കും ഈ ആധാരങ്ങളെ പരിചയമില്ല. അവിടുന്ന് ഉത്തമരായ സഹാബത്തിന്റെ നൂറ്റാണ്ടിന് പരിചയമില്ല, താബികളുടെ നൂറ്റാണ്ടിന് പരിചയമില്ല, താബികളുടെ നൂറ്റാണ്ടിനും പരിചയമില്ല. അതിനുശേഷം കടന്നു വന്നൊരു പുത്തൻ ആചാരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇനി മതത്തിൽ ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ ഒരു ആചാരം എന്ത് വേണം? ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ പ്രവാചകന്റെ മുന്നിൽ വെച്ച് അവിടുത്തെ സഹാബത്ത് ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനമായി അംഗീകാരം കൊടുക്കണം. എന്നാൽ ഈ വിഷയത്തിലുണ്ടോ? റസൂൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞൊരു വിഷയം എന്താണെന്നറിയോ? അള്ളാന്റെ പ്രവാചകൻ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് വിശദീകരിച്ചപ്പോ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, ഫീഹി വുലിത്തോ, ആ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചതോ, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുത്തോ. റസൂലുള്ള ജനിച്ച ദിവസത്തെ സംബന്ധിച്ച് വന്നൊരു റിപ്പോർട്ടുണ്ടെങ്കിൽ അത് തിങ്കളാഴ്ചയാ. ആ തിങ്കളാഴ്ച നോമ്പെടുത്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. 3 കൊല്ലം മുമ്പ് കേരളത്തിൽ നബിദിനം ആഘോഷിച്ചത് ഒരു തിങ്കളാഴ്ചയാ. എങ്ങനെയാ ആഘോഷിച്ചത്? രാവിലെ സുബഹി കഴിഞ്ഞപ്പോ ചീരണി മധുരപ്പലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടുകൂടെ കെങ്കേമമാക്കിയപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ കാണേണ്ടത് എങ്ങനെയാ? പട്ടിണി കിടന്നിട്ടാണ്, നോമ്പെടുത്തിട്ടാണ്. പക്ഷെ നമ്മുടെ കൗമ കണ്ടതോ അതിനെ ഭക്ഷണം കഴിച്ച് അങ്ങ് കെങ്കേമമാക്കി ആഘോഷിച്ചു. ഇല്ലേ? നിങ്ങൾ ആലോചിച്ചോ? ഇവിടെ പ്രവാചകൻ ജനിച്ചൊരു വിഷയത്തെ പറയാ, അത് മാത്രമേ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ചോ? ഈ കാണുന്ന രീതികളിലൂടെ ഒരു ജന്മദിനാഘോഷം ഇല്ല. റബീഉൽ അവ്വൽ 12 കടന്നു വരുമ്പോ കൊല്ലത്തിൽ എന്റെ നബിദിനം നിങ്ങൾ ആഘോഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണിക്കാൻ പറ്റുമോ?
അള്ളാന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇനിയോ പ്രവാചകന്റെ ജീവിത കാലഘട്ടങ്ങളിലോട് 63 വർഷക്കാലം പ്രവാചകൻ ഇവിടെ ജീവിച്ചപ്പോ അതിൽ 40 കൊല്ലം നബുവത്തിന് മുമ്പായിരുന്നുവെങ്കിലോ 23 കൊല്ലം പ്രവാചകൻ ഇവിടെ നബിയായി ജീവിച്ചില്ലേ? 23ഓളം വരുന്ന നിബിധനങ്ങളിൽ കടന്നുപോയില്ലോ. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ 12 പ്രവാചകൻ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് കാണിച്ചു തന്നോ? അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബ ഇനി അടുത്ത കൊല്ലം എന്നിലേക്ക് കടന്നു വരുമ്പോ ഞാൻ അതിന്റെ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി കരുതി ഇല്ല. അല്ലെങ്കിൽ പ്രവാചകന്റെ മുന്നിൽ വെച്ച് സ്വഹാബത്ത് ചെയ്യുമ്പോ എങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന ഒരു നബിദിന ഘോഷയാത്ര, അതിന്റെ പിന്നിൽ പ്രഗത്ഭരായ സ്വഹാബത്ത് അണിനിരക്കുമ്പോ മദീനയിലെ അൻസാറുകളായ കുട്ടികളുടെ ദഫിന്റെ അകമ്പടിയോടുകൂടെ, അതുപോലെ പ്രവാചകന്റെ ഷാഇർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതകൾക്ക് മധുരശബ്ദത്തിന്റെ ഉടമ ബിലാൽ ഇബ്നു റവാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര മദീനയിൽ നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനൊരു അംഗീകാരം കൊടുത്തതായിട്ട് തെളിയിക്കാൻ ഒന്നും നമുക്ക് കാണാൻ സാധ്യമില്ല. അപ്പൊ അതിൽ മനസ്സിലാവുന്ന ഒരു വിഷയം എന്താ? ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിലില്ല. ഇനി ഏറ്റവും രസകരമായ സംഭവം എന്താണെന്നറിയോ? എന്നാ റസൂൽ ജനിച്ചതെന്നറിയോ? അവിടെ പോലും അഭിപ്രായ ഭിന്നതയുണ്ട് അല്ലേ? വഖദ് ഇഖ്തലഫൽ മുഅർരിഖൂന ഫിൽ ആമില്ലദീ വലദ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച വർഷത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ക്രിസ്താബ്ദം 570 ആണോ 71 ആണോ തർക്കമാ. അതുപോലെ പ്രവാചകൻ ജനിച്ച മാസത്തിന്റെ കാര്യത്തിൽ റമദാനാണോ റബീഉൽ അവ്വലാണോ തർക്കമുണ്ട്. ഫലമാസങ്ങളുടെ വിഷയങ്ങളിലൂടെ ജനിച്ച ദിവസത്തിന്റെ കാര്യത്തിൽ 8 ആണോ 10 ആണോ 12 ആണോ തർക്കമുണ്ട്. എന്തേ തർക്കം വരാനുള്ള കാരണം? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താ? നമ്മളൊക്കെ ഒരേ സ്വരത്തിൽ പറയും ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ്. എന്തേ ഒരു അഭിപ്രായ ഭിന്നതയില്ലാത്ത? അതിന്റെ ആദ്യ ദിനം മുതൽ അത് കണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ജനുവരി 26 തർക്കമില്ല, ആദ്യം മുതലേ കണ്ടുവരുന്നു. പക്ഷേ ലോകത്തിറ്റയും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചൊരു ദിവസത്തിൽ എന്തുകൊണ്ട് അതിന്റെ അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യ നാൾ മുതൽ അത് കണ്ടുവന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ ഇവിടെ സാധാരണ പോസ്റ്റർ ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ കാരണം സ്ഥിരീകരിക്കപ്പെടാത്തൊരു വിഷയത്തിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം എന്റെ വീടിന്റെ ഗേറ്റിൽ പോലും കൊണ്ടുവന്ന് കെട്ടിവെച്ചിരുന്നതെന്നറിയോ? റബീഉൽ അവ്വൽ 12. ശരിക്കും ശ്രദ്ധിക്കണേ, റബീഉൽ അവ്വൽ 12 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ലോകം മുഴുവൻ അന്ന് സന്തോഷിച്ചു. ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. ഇബ്ലീസിന്റെ അനുയായികളായ വഹാബികളെ, നിങ്ങളും പൊട്ടിക്കരഞ്ഞുകൊള്ളുക. എന്താ മനസ്സിലായി? റബീഉൽ അവ്വൽ 12 റസൂൽ ജനിച്ചപ്പോൾ ലോകം മുഴുവൻ സന്തോഷിച്ചു. ഇബ്ലീസ് മാത്രം ദുഃഖിച്ചു. ഇന്ന് മുജാഹിദുകൾ ദുഃഖിക്കുകയാണ്. അതേ നാണയത്തിൽ ഞാൻ മറുപടി പറയട്ടെ. അതേ നാണയത്തിൽ ഞാൻ പറയട്ടെ, റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ റബീഉൽ അവ്വലിന്റെ ആദ്യ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു വഫാത്തായി. അന്ന് സ്വഹാബത്ത് മുഴുവനും സങ്കടപ്പെട്ടു പോയി. അന്ന് ഇബ്ലീസ് സന്തോഷിച്ചിട്ടുണ്ടാവാം. ഇന്ന് ഇബ്ലീസിന്റെ അനുയായികൾ സന്തോഷിക്കുന്നുവോ? നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അങ്ങോട്ട് ചോദിക്കാനേ സാധ്യമുള്ളൂ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വഫാത്തായത് റബീഉൽ അവ്വലിന്റെ ആദ്യ ദിനങ്ങളിലാണ് എന്നുള്ളത് വ്യക്തമായ രേഖകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ എന്തുകൊണ്ട് ഈ ദിവസം അറിയപ്പെടാതെ പോയി ചോദിച്ചാൽ ആദ്യ കാലഘട്ടം മുതൽ ആഘോഷിച്ചു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മളിത് ആഘോഷിക്കാത്തതുകൊണ്ട് പറയും, കണ്ടോ ഈ മുജാഹിദുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല, അള്ളാഹുവിന്റെ പ്രവാചകനോട് മഹബ്ബത്തില്ലാത്തത് കൊണ്ടാണെന്ന് ചോദിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം ഇതാ 2 വർഷക്കാലവും 6 മാസക്കാലവും അവിടെ നിന്ന് ഭരണം നടത്തുമ്പോ മിനിമം 2 റബീഉൽ അവ്വലെങ്കിലും കിടന്നു പോയില്ലേ? ഒന്നുപോലും അവിടെ നിന്ന് ആഘോഷിച്ചില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല
എന്ന് പറയാൻ കഴിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? ഇതര യാത്രയിലൂടെ പ്രവാചകന്റെ മുന്നിലൂടെ പിന്നിലൂടെ മാറി മാറി നടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ അബൂബക്കറെ ഇങ്ങനെ മാറി മാറി നടക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ല, നബിയേ, അങ്ങയുടെ മുമ്പിലൂടെ നടക്കുമ്പോ എനിക്ക് ഭയമാണ് പിന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. പിന്നിലൂടെ നടക്കുമ്പോ എനിക്ക് ഭയമാ മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. എനിക്ക് മനസ്സമാധാനമില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഗുഹയിലൂടെ പ്രവേശിക്കുമ്പോ സ്വന്തം ശരീരത്തിന്റെ വസ്ത്രങ്ങൾ പിച്ച് ചീന്തുന്നു. എന്തിനാ? ആ ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു വെക്കാനാണെങ്കിലോ, അള്ളാഹുവിന്റെ പ്രവാചകനെ ക്ഷുദ്രജീവികൾ ആക്രമിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണെങ്കിലോ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമോ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിതാ 10 വർഷക്കാലം ഇവിടെ ഭരണം നടത്തിയില്ലേ. ഒരു ജന്മദിനാഘോഷം പോലും അവിടെ നിന്ന് ആഘോഷിച്ചില്ലല്ലോ. ഒരു നബിദിനാഘോഷം പോലും അവിടെ നിന്ന് കൊണ്ടു നടന്നിട്ടില്ലല്ലോ എന്റെ പ്രിയമുള്ളവര്. ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? അള്ളാന്റെ ഹബീബ് വഫാത്തായി എന്ന് കേട്ടപ്പോ ഊരിപ്പിടിച്ച വാളുമായി ആരെങ്കിലും എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞു പോയാ അവന്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടെ വാളോരിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? തന്റെ 2 പുത്രിമാരെ അള്ളാന്റെ പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ള പറയുന്നു സഹാബാക്കളോട്, മുസ്ലിമീങ്ങൾക്ക് ഈ കിണർ വാങ്ങി ദാനം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ അവിടെ നിതാ ചോദിച്ച വില കൊടുത്തുകൊണ്ട് റോമാ കിണർ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത അവിടെ നിതാ കലാപകാരികൾ ഇരുതല മൂർച്ചയുള്ള കിണാര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് കുത്തിത്താത്തി ഇറക്കി കൊലപ്പെടുത്തുമ്പോ എനിക്ക് ആ റോമാ കിണറെ വെള്ളം കുടിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്തേ ഒരു നബിദിനാഘോഷം കൊണ്ട് നടക്കാതിരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിതാ യസ്രിബിന്റെ മണ്ണിലേക്ക് ഹിജറ പോകുമ്പോ റസൂലുള്ള പറഞ്ഞില്ല, അലിയേ എന്റെ വിരിപ്പിൽ ഒന്ന് കിടക്കുമോ എന്ന് ചോദിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരങ്ങളെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞില്ല, നബിയേ, ഈ അലി കിടക്കാൻ നബിയേ എനിക്ക് സന്തോഷമാണ് നബിയേ എന്ന് പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പൊന്നുമോള് ഫാത്തിമ ബീവിയെ കൈപിടിച്ചു കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ കരളല്ലേ അലിയുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ മകളുടെ വിവാഹശേഷം ആ മകളുടെ അന്വേഷണങ്ങൾക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോ കരങ്ങിക്കരഞ്ഞ കണ്ണോടുകൂടെ ഫാത്തിമ ബീവി അള്ളാന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ള ചോദിക്കുന്നു, എന്ത് പറ്റി ഫാത്തിമ, എന്തേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ, ഈ അലിയനോട് പറയുകയാ അങ്ങേക്ക് എന്നെക്കാളും സ്നേഹം അലിയോടാണെന്ന്. അല്ലല്ലോ നബിയോ, അങ്ങേക്ക് ഇഷ്ടം എന്നോട് തന്നെയല്ല നബിയേ. അത്രത്തോളം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹത്തിന് വേണ്ടി തർക്കം പോലും നടത്തിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോ ബിലാൽ ഇബ്നു റവാഹ ബാങ്ക് കൊടുക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. ബിലാലിന്റെ മധുര ശബ്ദം ഇതാ മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിന് പറയാൻ കഴിയുന്നില്ല. ബിലാലിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തളം താട്ടി ഒഴുകുകയാ. ആ ബിലാൽ ഇബ്നു റവാഹക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? റബീഉൽ അവ്വൽ 12 ബിലാലോ എത്ര കാരക്കീട കീറ മദീനയിലൂടെ വിതരണം ചെയ്തതോ അവർക്കാർക്കും പ്രവാചകനോട് സ്നേഹമില്ലേ?
ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് അവിടുന്ന് തൽഹാ റളിയല്ലാഹു അൻഹു അള്ളാന്റെ പ്രവാചകനെ ശത്രുക്കൾ വളയുന്ന രംഗങ്ങളിലോട് ഇടം കൈയിലൂടെ പ്രവാചകനെ അണച്ചു പിടിച്ചുകൊണ്ട് വലത് കൈകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോ അവിടുത്തെ കൈപ്പത്തിക്ക് വിട്ടേറ്റുകൊണ്ട് വിരലുകൾ താഴെ വീണു പോകുന്ന രംഗങ്ങളിലോട് വലത് കൈയിലേക്ക് പ്രവാചകനെ മാറ്റിപ്പിടിച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോ അവിടുന്ന് ശത്രുക്കൾ ദൂരെ നിന്ന് അമ്പെയ്യാൻ ഒരുങ്ങിയപ്പോ അവിടുന്ന് തൽഹാ റളിയല്ലാഹു അൻഹു അള്ളാന്റെ പ്രവാചകനെ അണച്ചു പിടിച്ചോണ്ട് പറഞ്ഞില്ല നബിയേ, ശത്രുക്കളെ ഏതമ്പാകട്ടെ ഹബീബ്, അതെന്റെ ഹബീബിന്റെ ശരീരത്തിലെ തറക്കൊല്ല, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ ത്വൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയേ, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ ഈ ത്വൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയേ എന്ന് പറഞ്ഞ തൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവര്, എത്ര പായസങ്ങളെ കൊണ്ടോ എത്ര കാരകളെ കൊണ്ടോ ആരുടെ വീട്ടിലൊക്കെയാ ഈ റബീഉൽ അവ്വൽ പ്രമാണിച്ചു കൊണ്ടുള്ള നബിദിന ഘോഷണങ്ങൾ നടന്നിട്ടുള്ളത്? ഒരാളുടെയും വീട്ടിലില്ല. ചോദിക്കട്ടെ, ഈ പ്രഗത്ഭരായ സഹാബത്തിന് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ സാധിക്കോ? എന്റെ പ്രിയമുള്ളവര്, ഉഹുദിന്റെ രണഭൂമിയിൽ പ്രവാചകന്റെ കവളത്ത് തറച്ച പടത്തപ്പീട ആണി പറിച്ചു കൊടുത്തതിന്റെ പേരില് ജീവിതാന്ത്യം വരെയും മുൻപിൽ നഷ്ടപ്പെട്ടു പോയ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്, എന്തേ ഇവർക്കാർക്കുമില്ലാത്ത സ്നേഹം ഇന്ന് സമസ്തക്കാർക്ക് ഇരച്ചു കയറിയോ? അത് പ്രവാചക സ്നേഹമല്ല, അള്ളാന്റെ പ്രവാചകനെ വഞ്ചകനെന്ന് വാദിക്കല, അത് റസൂലുള്ള പഠിപ്പിച്ചതല്ല, അവിടുത്തെ സ്വഹാബത്ത് കാണിച്ചു തന്നതും അല്ല. ഇതൊരു പ്രവാചക ചര്യയായി നമുക്ക് കാണാൻ സാധിക്കുമല്ലോ പ്രിയമുള്ളവരെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ ഓതുന്ന അറബി ഖുത്ബ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുത്ബയാണല്ലോ നമ്മുടെ പള്ളികളിലൊക്കെ പാരായണം ചെയ്യാറ് അല്ലേ? ഖത്തീബ് നോക്കി വായിക്കുന്ന ഈ സംഭവം ഖത്തീബിന് പോലും ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിനുള്ളിൽ എന്താ പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു അബദ്ധം. ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് ഞാൻ പറയാ, നമ്മുടെ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഉസ്താദെ, ഈ റബീഉൽ അവ്വൽ ഓതുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചകളിലെ ഖുത്ബയുടെ അർത്ഥം എന്ന് പറഞ്ഞു തരുമോ? അതിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ കുറിച്ച് ഒരു പരാമർശമില്ല, ഒരു പരാമർശവും കടന്നു വരുന്നില്ല. എന്നാലോ പ്രിയമുള്ളവരെ, പറയുന്നത് മുഴുവൻ റസൂലുള്ളാഹിന്റെ വഫാത്തിനെ സംബന്ധിച്ചാൽ. ജന്മദിനം ആഘോഷിക്കാനുള്ള മിമ്പർ വെച്ച് കരച്ചിലും പറച്ചിലൊക്കെ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഉസ്താദ് പറയാൻ, നബിദിനൊക്കെ എല്ലാം ആഘോഷിക്കണ്ടേ, എത്ര പോത്ത് വാങ്ങണം, എത്ര ചാക്ക് അരി എടുക്കണം എന്നുള്ള ചർച്ച മിമ്പറിന്റെ താഴെ. മിമ്പറിലെ ഖുത്ബയിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലുമില്ല. നമ്മുടെ കൗമിന് അറിയില്ല. ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്നറിയോ? ഈ നബാത്തിയ ഖുത്ബയിലെ പിന്നെ ദുൽഹിജ്ജ മാസത്തിലെ രണ്ടാമത്തെ ഖുത്ബയിലാണ് അറഫ നോമ്പിനെ സംബന്ധിച്ചുള്ള പരാമർശം കടന്നു വരുന്നത്. അറഫ നോമ്പിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ഖുത്ബയിലാണ് പരാമർശം കടന്നു വരുന്നത്. കഴിഞ്ഞതിന് മുമ്പ് നമുക്കറിയാലോ, കുറച്ചു മുമ്പ് ദുൽഹിജ്ജ് 1 വന്നത് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. എന്നാൽ ദുൽഹിജ്ജ് 1 ശനിയാഴ്ച വന്നപ്പോ രണ്ടാമത്തെ വെള്ളിയാഴ്ച വരുന്നത് ദുൽഹിജ്ജ് 14. ശരിക്കും ആലോചിക്കണേ, ദുൽഹിജ്ജ് 14 രണ്ടാമത്തെ വെള്ളിയാഴ്ച വരുന്നത്. അന്നാണ് ഖത്തീബ് മിമ്പറിൽ വെച്ച് പറയുന്ന, ജനങ്ങളെ, നാളെ ഹജ്ജാജമാര് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. അറഫ നോമ്പ് നിങ്ങൾ നോക്കണേ എന്ന് ഖത്തീബ് പറയുന്നത് എപ്പോഴാ? സംബക്കേറ് കഴിഞ്ഞുകൊണ്ട് ഖത്തീബുമാർ അവിടെ നിതാ ഹജ്ജാജമാര് തിരിച്ചു വരുമ്പോ അറബി ഖുത്ബയിലോട് അറഫ നോമ്പിന്റെ പ്രസംഗമാ. അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല, വായിക്കുന്ന ഖത്തീബിന് പോലും മനസ്സിലായില്ല. ഖത്തീബ് ഇങ്ങനെ പ്രിന്റഡ് നോക്കി വായിക്കാൻ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഈ അറബി ഖുത്ബയിലെ വിഷയം നമുക്ക് അതിന്റെ വിശാലമായ അർത്ഥം ഖത്തീബ് തുടങ്ങുന്നെന്നറിയോ? ഇതുപോലുള്ളൊരു മാസത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വിട പറഞ്ഞു പോയത് എന്ന് പറയുന്ന ആ വിഷയം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ കഴിയും എന്റെ പ്രിയമുള്ളവരെ? ഇതുപോലൊരു സഫർ മാസത്തിന്റെ അവസാനത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ അവിടുന്ന് ഒരു സ്വഹാബി മദീനയിൽ മരണപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ജനാസയും മറമാടിയിട്ടോ പ്രവാചകൻ അങ്ങ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ
പ്രവാചകന്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, എനിക്കെന്തൊരു തലവേദനയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? വൽ അനയാ ആയിഷ വാറസാ, എനിക്കും ആയിഷ കഠിനമായ തലവേദനയുണ്ടെന്ന് പറയുമ്പോ അന്നു മുതൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ രോഗം അവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നീട് പ്രവാചകന് ശക്തമായി പനിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ വേണ്ടി വന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഇന്നീ ലൗ അകു കമാ യുഅകു റജലാനി മിൻകു, നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് പനിക്കുന്ന പോലെ എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുല്ലാ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത്രയും കലശലായ പനി അള്ളാഹുവിന്റെ പ്രവാചകന് വരാൻ തുടങ്ങിയപ്പോ പള്ളിയിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു സഹാബാക്കളോട് പറയുകയാണ്, അറിഞ്ഞോ റസൂലുള്ള പള്ളിയിലേക്ക് വരൂല എന്ന് പറഞ്ഞു. ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല, ആയിഷ അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ. ആയിഷ ബീവി പറയുന്നു, നബിയേ എന്റെ വാപ്പാക്ക് ഇമാമ നിൽക്കാൻ കഴിയൂല നബിയേ. അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, ആയിഷ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സ്ത്രീകളെ പോലെ ഒഴികഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറില്ല ആയിഷ. അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണു. പ്രിയമുള്ളവരെ, പ്രവാചകന് പിന്നെ പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ നിതാ രോഗത്തിന് ഒരൽപ്പം ശമനമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പള്ളിയിലേക്ക് പോകാനുള്ള ആഗ്രഹം അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ്. പ്രവാചകൻ പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ റസൂലുള്ള ബോധരഹിതനായി താഴെ വീഴുകയാണ്. പിന്നീട് ബോധം വന്ന് റസൂലുള്ള ചോദിക്കുന്നു, ആയിഷ അവര് നിസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയേ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് വീണ്ടും പോകാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. റസൂലുള്ള ബോധരഹിതനായി താഴെ വീഴുകയാണ്. ബോധം വന്ന് റസൂലുള്ള ചോദിക്കുന്നു, ആയിഷ അവര് നിസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയേ, അവരങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ പലതവണ ബോധരഹിതനായി വീണ പ്രവാചകനുണ്ടല്ലോ. അവസാനം ഇതാ ഫള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ അങ്ങ് മസ്ജിദുൻ നബവിയിലേക്ക് പോയി നമസ്കരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കാല് പോലും പൊന്തിക്കാൻ കഴിയാതെ അവിടുന്ന് സ്വഹാബാക്കളെ പറഞ്ഞില്ലേ, പ്രവാചകനെ വലിച്ചു കൊണ്ടുപോയ സ്ഥാനങ്ങളിലൂടെ 2 കനാലുകൾ അവിടെ കാണാമായിരുന്നു എന്ന് പോലും സ്വഹാബാക്കൾ അവിടുന്ന് ഉദ്ധരിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ നിങ്ങൾ കടന്നു വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിലുണ്ട്. ഇമാമത്തായി നമസ്കരിക്കാനുള്ള ഒരുക്കമാണ്. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടപ്പോ അവിടുന്ന് പുറകോട്ട് മാറാനായി ഒരുങ്ങിയപ്പോ അള്ളാന്റെ റസൂല് കൈകൊണ്ടാഗ്യം കാണിക്കുന്നു, അവിടെ തന്നെ നിന്നോ എന്ന് കൽപ്പന കൊടുക്കുമ്പോ അവിടുന്ന് സഹാബാക്കളോട് പറയുന്നു, സഹാബാ അബൂബക്കറിന്റെ ഇടത് ഭാഗത്തന്നെ നിങ്ങളൊന്ന് ഇരുത്തി തരണം. അവസാനമായി റസൂലുള്ള ഇതാ ഇരുന്നു കൊണ്ട് അവിടുന്ന് നമസ്കരിക്കുകയാണ്. പ്രവാചകനെ പിൻപറ്റി നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിൻപറ്റി സകലമാണ് സ്വഹാബത്തും അവിടുന്ന് നമസ്കരിക്കുമ്പോ പിന്നീട് പ്രവാചകന് നമസ്കാരത്തിന് വേണ്ടി വരാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിനെ കൊണ്ടുപോയി കിടത്തുകയാണ്. അവസാനത്തെ പ്രവാചകന്റെ വസിയത്തിന് വേണ്ടി റസൂലുള്ളാഹിനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുത്തി എന്നല്ലാതെ അതിനുശേഷം പ്രവാചകന് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയോ മർമ്മപ്രധാനമായ വിഷയത്തിലേക്കൊന്ന് ആലോചിച്ചോ. റസൂലുള്ള വിട പറയുന്നതിന്റെ തലേരാത്രി ഉണ്ടല്ലോ,
അള്ളാന്റെ പ്രവാചകന്റെ വീട്ടിലോ പ്രിയമുള്ളവരെ കഴിക്കാൻ ഒരു മണി ഗോതമ്പിന്റെ ഭക്ഷണം പോലുമില്ല. അവിടുന്ന് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടു പോയ പടയങ്കീത ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി കിട്ടിയ ഗോതമ്പാണ്. ലോകത്തിന്റെ മുത്ത് നേതാവ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അള്ളാന്റെ പ്രവാചകന്റെ കുടൽമാലയിൽ ഉണ്ടായിരുന്നത് എന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോ അള്ളാന്റെ പ്രവാചകന്റെ വീട്ടില് ഭക്ഷണമില്ല. എന്റെ പ്രിയമുള്ളവരെ, നിബിധനാഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരിധിവിട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് ആഡംബരമായി ആർഭാടമായി ആഘോഷിക്കുമ്പോ അള്ളാന്റെ ഹബീബിനെ നീ മറന്നുപോയോ? അള്ളാന്റെ ഹബീബിന്റെ നൊമ്പരത്തെ നീ മറന്നുപോയോ? ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ തലേ രാത്രി ഉണ്ടല്ലോ പ്രിയമുള്ളവര്, റസൂലുള്ളാഹിന്റെ വീട്ടിലോ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഇല്ലാതെ അവിടുന്ന് മഹദിയ ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത വീട്ടിൽ പോയി ഇറവ് വാങ്ങിയ എണ്ണയാ അള്ളാന്റെ പ്രവാചകന്റെ വീട്ടിലൂടെ കത്തിക്കുന്നത് എങ്കിലോ പ്രിയമുള്ളവരെ, നിബിധനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് റോഡ് മുഴുവൻ തോരണങ്ങളായി മാല ബൾബുകളായി ലൈറ്റുകളായി ഈ നിബിധനാഘോഷത്തെ നീ കൊണ്ടാടുമ്പോ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിലോ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്ത ദിവസങ്ങളാ ഈ റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളെങ്കിലോ ഇനിയോ ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ദിവസമുണ്ടല്ലോ, അന്നിന്റെ സുബഹിന്റെ സമയമിതാ അള്ളാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ കർട്ടൻ മാറ്റി സ്വഹാബത്തിനെ നോക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നില് ഒന്നൊഴിയാതെ സ്വഹാബത്ത് അണിയണിയായി നിൽക്കുന്നത് കണ്ടപ്പോ അള്ളാന്റെ പ്രവാചകൻ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടോ ഇതാ സഹാബാക്കൾ മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവർ ജോലിക്ക് വേണ്ടി പോവുകയാണ്. ആ മസ്ജിദുൻ നബവിയിൽ അതുവരെ ചുറ്റിപ്പറ്റി സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ളാഹിന്റെ രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കി അവർ മദീനയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോ അന്നിന്റെ ളുഹാ സമയം ഇങ്ങ് കടന്നു വന്നപ്പോ റസൂലുള്ളാഹിന്റെ വീട്ടിലെ സ്ത്രീകളില്ലാത്ത ബാക്കിയില്ലാത്ത സമയമാണോ ഈ സമയത്ത് പ്രവാചകന്റെ റൂഹ് പിടിക്കാ മലക്കുൽ മൗത്ത് കടന്നു വന്നപ്പോ ഇതാ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാഖിലേക്കോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വായിൽ വെച്ച് ചവച്ച പദം വരുത്തു അള്ളാഹിന്റെ പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുമ്പോ എന്നിട്ട് പറഞ്ഞില്ലേ അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തി വെക്കുമ്പോ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ റൂഹ് പിടിക്കുന്ന രംഗമാണ്. റസൂലുള്ളാഹിന്റെ കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും വലിക്കുകയും ചെയ്യുകയാ. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ മുത്തുമോള് ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ കരളല്ലേ, സഹാബത്തിന്റെ കണ്ണിലുണ്ണിയല്ലേ, മദീനയുടെ മുറ്റത്തെ മലരല്ലേ, സ്വർഗത്തിന്റെ റാണിയല്ലേ, അവിടുന്ന് സഹിക്കാൻ കഴിയോ? അവിടുന്ന് പറഞ്ഞില്ലേ വാ കർബാ, എന്റെ വാപ്പാക്കെന്തൊരു വേദനയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു കരയല്ല ഫാത്തിമ, കരയല്ല ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോള്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ രംഗം കണ്ടുകൊണ്ട് അവിടുന്ന് മഹദിയായ ആയിഷ ബീവി അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ അങ്ങേക്ക് വേദനയുണ്ടോ റസൂലേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അവിടുന്ന് പറയുന്നു, ആയിഷ ഞാനിപ്പോ അനുഭവിക്കുന്ന വേദന ഏതെല്ലാം എന്ന് നിനക്കറിയാമോ? അലമുത്തഅമുല്ലദീ അകൽതു ഫീ ഖൈബറാ, ഖൈബറിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് അന്നൊരു ചോദസ്ത്രീ എന്ന് ആ വിഷത്തിന്റെ ഭക്ഷണത്തിന്റെ വേദന പോലും ഞാനിപ്പോ അറിയുന്നുണ്ട് ആയിഷ.
എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ലോ, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ. ഇതുകൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈകൾ എങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. ഉന്നതനായ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്റെ കൈകൾ താഴോട്ട് വീഴുകയാണ്. വിട പറഞ്ഞു പോയി ഈ ലോകത്തോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിട പറഞ്ഞു പോവുകയാ. എന്റെ പ്രിയമുള്ളവര്, ഒന്ന് മനസ്സിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ റബീഉൽ അവ്വലിന്റെ ദുഹാ സമയമുണ്ടല്ലോ, റോഡ് മുഴുവൻ നീ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോ അള്ളാന്റെ ഹബീബ് ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു പോയാ നിന്റെ ദുഹാ സമയമുണ്ടല്ലോ, എങ്ങനെ കഴിയുന്നടാ നിനക്കതിനെ ആഘോഷിക്കാ? എങ്ങനെ കഴിയുന്ന മുസ്ലിമേ നിനക്കതിനെ ആരോമാക്കി മാറ്റാറോ? അന്നിന്റെ സ്വഹാബത്തിന്റെ അവസ്ഥ അറിയോ നിങ്ങൾക്കോ? അള്ളാന്റെ പ്രവാചകൻ വിട പറഞ്ഞ വിവരമറിയുമ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ഓടി വന്നുകൊണ്ട് സലാം പറയുകയാണ്. കൂടെയുണ്ടായിരുന്ന സ്വഹാബി പറഞ്ഞു കൊടുക്കുന്നു, ഉമറേ മാത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല ഇല്ല, എന്റെ റസൂൽ വിട പറയൂല. അങ്ങ് മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ പോലെ എന്റെ നബി പോയതാണ്, അവിടുന്ന് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുമ്പോ ആ സഹാബി പറയുന്നു, അല്ലോ ഉമർ ഖദ് മാത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ വിട പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ ഉറയിൽ നിന്ന് വാളൂരിട്ടോ ആരെങ്കിലും എന്റെ ഹബീബ് വഫാത്താ എന്ന് പറഞ്ഞു പോയാ അവന്റെ തലഞാറ് വെച്ചേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ, ആളുകൾ മുഴുവനും നൊമ്പരപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ ദൂരെ നിന്ന് കുതിരപ്പുറത്ത് കടന്നു വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ വന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനാസക്കരികിൽ വന്നു സലാം പറഞ്ഞ് അവിടുന്ന് പ്രവാചകനോട് പറയുന്നു, ബി അബീ വ ഉമ്മീ വ അൻത യാ റസൂലല്ലാഹ്. വളരെ വലിയ സ്നേഹത്തിന്റെ ഒരു പ്രയോഗം നടത്തുകയാണ്. റസൂലുള്ളാഹിക്ക് ചുംബനം കൊടുത്ത് പറഞ്ഞില്ലേ, എന്തോ ഒരു സുഗന്ധമാണ്, ഫിൽ ഹയാതി വ ഫിൽ മമാതി യാ നബിയല്ലാഹ്, അങ്ങയുടെ ജീവിതത്തിലും മരണത്തിലോ എന്തൊരു സുഗന്ധമാണ് നബിയേ. അവിടുന്ന് നേരെ മിമ്പറിലേക്ക് ഓടിക്കയറുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ്. എന്നിട്ട് പറഞ്ഞില്ലേ, റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്, വിട പറഞ്ഞിട്ടുണ്ട്, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തോടി സമർത്ഥിക്കുമ്പോ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന് വരുന്ന ആയത്തോടെ ഓതി കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ തളർന്ന് വാള് താഴെ വീണു പോവുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുമ്പോ എന്റെ പ്രിയമുള്ളവരോ, ആരാ ഉമർ എന്നറിയോ നിങ്ങൾക്ക്? മക്കാ പർവ്വതങ്ങളെ പോലും കിടുകിടാ വിറപ്പിച്ചു കളഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ്. കിസ്റാ പനിക്കോ കൈസറും വിറക്കുന്നതാ, മിസ്രീമുക്കോ കിസ്റോ കെട്ടുടഞ്ഞിട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. കിസ്റാ കൈസർ ചക്രവർത്തിമാരുടെ മുട്ടടിക്കുന്ന ഭരണാധികാരി ഉണ്ടെങ്കിൽ സാക്ഷാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നൊമ്പരപ്പെട്ടിരിക്കുകയാണ്. ബിലാലിന്റെ അവസ്ഥ പറഞ്ഞില്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനാസ മരമാടിയിട്ടോ അവിടുന്ന് ഇതാ 10 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ അവിടുന്ന് ഫാത്തിമ ബീവി ചോദിക്കുന്നു, അനസേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ദേഹത്ത് മണ്ണ് വാരിയിടാ നിങ്ങൾക്ക് കഴിഞ്ഞോ അനസേ എന്ന് ചോദിക്കുമ്പോ അനസ് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഞങ്ങളുടെ കൈകൾ വിറച്ചു പോയി, ഞങ്ങളുടെ ഹൃദയങ്ങൾ വെറുത്തുപോയി എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഇത്ര മാത്രം സങ്കടപ്പെട്ടു പോയ ദിവസമുണ്ടല്ലോ. എങ്ങനെ കഴിയുന്നടാ? മധുര പലഹാരങ്ങളായി, പായസങ്ങളായി, പാട്ടുകളായി, മുദ്രാവാക്യങ്ങളായി നിനക്കെങ്ങനെ
ആഘോഷിക്കാൻ കഴിയുന്ന പൊന്നുമോന് ആ ഹബീബ് നിന്റെ ഹൃദയത്തിലില്ലടാ. ഖതീബിദ അറബി ഖുത്ബ നിന്നോട് മുന്നറിയിപ്പ് തന്ന വിഷയവും ഇതല്ലയോ? അത് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ കുറിച്ച് പറഞ്ഞ ഖുത്ബയല്ല. അവിടുന്ന് ഖതീബ് പറഞ്ഞത് എന്താ? ജനങ്ങളെ, ഇതുപോലുള്ളൊരു റബീഉൽ അവ്വലിലാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ഓരോ ഘട്ടങ്ങളും വേദനിപ്പിക്കുന്ന, ചങ്ക് പൊട്ടുന്ന വേദനയുടെ അനുഭവങ്ങള് ഖതീബ് മിമ്പറിലൂടെ പറഞ്ഞിട്ട് അവിടുന്ന് ജനങ്ങളോടൊരു ചോദ്യമുണ്ടല്ലോ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിന്റെ വഫാത്തോർത്തിട്ട് നീ കരഞ്ഞോ പൊന്നുമോനെ? അവിടുന്ന് നബിദിനത്തിന്റെ ബീഫ് കഴിച്ചിട്ടോ എരുകൂടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നല്ലാതെ റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോർത്തിട്ട് നീ കരഞ്ഞിട്ടുണ്ടോ? വീണ്ടും ഖതീബ് ചോദിച്ചില്ലോ.